എനിക്ക് വയ്യ. എൻ്റെ മീൻകറിയൊക്കെ ഒരു പരുവമായി. ഇപ്പം ഞാൻ എന്തോ ചെയ്യുമോ? വൈകുന്നേരം ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് കുടിച്ചാടിയാടി ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഞാൻ എന്തോ ചെയ്യുമോ? കറി വെക്കാൻ ഒരു വകയില്ല. എന്തോ ഉണ്ടപ്പോൾ കറി ചക്ക ഇരിക്കും. ഇത്രയും ചക്കയല്ലേ ഉള്ളൂ. ഈ ചക്ക കൊണ്ട് ഞാൻ എന്തോ ചെയ്യും? എൻ്റെ ഗതികേട് അല്ലാതെ എന്താ? എൻ്റെ ഈശ്വരന്മാരെ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തായേ. ദൈവമേ. അവിടുന്ന് വിളി തുടങ്ങി. എന്താണോ ആവും. അമ്മേ എല്ലാവരും ടൂർ പോകുന്നു. വെക്കേഷൻ അല്ലേ അമ്മേ? അപ്പുറത്തെ വീട്ടിൽ അതെല്ലാം പോകുന്നു. എന്നെ ഇവിടെ ടൂറിന് വിടുമോ അമ്മേ? കഷ്ടമുണ്ടമ്മേ. അമ്മ പ്ലീസ്, കഷ്ടമുണ്ട് അമ്മേ. അമ്മയ്ക്ക് എപ്പോഴും പൈസ ഇല്ല ഇല്ലന്നേ പറയത്തുള്ളൂ. അമ്മ ചോറ് വെക്കുന്നില്ലയോ? അമ്മ മീൻ മേടിക്കുന്നില്ലയോ? ഇതെല്ലാം ചെയ്യുന്നില്ലയോ? അമ്മ എന്നെ കൂടി ഒന്ന് ടൂർ വിടാമേ. എല്ലാവരും പോകാം. അവിടെ ആ പത്ത് വീട്ടിലെ ചേട്ടൻ ചേച്ചി എല്ലാ ടൂറിനും പോയി. എന്നെ കൂടെ ഒന്ന് വിട്ടുവിടായോ? വെക്കേഷൻ അല്ലേ? സ്കൂൾ തുറക്കായിരുന്നു. 30-35 ദിവസമേ ഉള്ളവേ. എന്നെ കൂടി വിടാൻ വേണ്ടി കൂട്ടുന്നത് അമ്മ കഴുത്ത ഓട്ടമ്മേ. ഞാൻ അമ്മയുടെ കാലം പിടിച്ചു പോണേ. അമ്മ അമ്മ എന്നെ കൂടി വിടുമേ? വിടൂ, എന്നെ കൂടി വിടുമേ? കഷ്ടമുണ്ടമ്മേ. എന്നെ കൂടി ടൂറിന് വിട്ടമ്മേ. കഷ്ടമുണ്ട്. നീ ചോറും കറിയും വെക്കുന്ന കാര്യം പറഞ്ഞു. നിനക്ക് ടൂറ്. എൻ്റെ പൊന്നു മോളെ, ഞാൻ ഒരു കാര്യം പറയാം. ഇതാ ഈ മീൻ വരെ ഈ ഒരു പരുവമായി. നീ നോക്ക്, ഈ ഒരു പരുവത്തിലായി ഈ മീൻ കറി കണ്ടോ? ഈ കഷ്ണം എടുത്ത് വേണം വൈകുന്നേരം 4 കാലം വരുന്നതിനെ കൊടുക്കാൻ. ഒരു 5 പൈസ എൻ്റെ കയ്യിൽ എടുക്കാനില്ല. എൻ്റെ പൊന്നു മോള്. ജീവിതം എവിടെ ഒരു കൂലിവേലയ്ക്ക് പോകാന്ന് വെച്ചാൽ അത് നാണക്കേട് കൊണ്ട് അതിനും പോകാൻ വയ്യാത്തൊരു അവസ്ഥയില്ല. എന്തോ ചെയ്യുന്നത് എനിക്ക് തന്നെ അറിയത്തില്ല. ഞാൻ നോക്കട്ടെ, എന്തെങ്കിലും രീതിയിൽ കൂടെ ആരെങ്കിലും ചോദിച്ചു നോക്കാം. ഉണ്ടെന്നുണ്ടെ നിന്നെ വിടാം. എനിക്ക് നിന്നെ വിടുന്നതിനൊക്കെ മനസ്സാണ്. നീ പറയുന്നത് ചോറും കറിയും വെച്ചില്ലെന്ന്. ഞാൻ ചോറും കറിയും വെച്ചില്ലെങ്കിൽ നിനക്കൊക്കെ തിന്നാൻ 4 നേരം ഇഷ്ടായ മുറ്റം അടിക്കുന്നുണ്ടല്ലോ നീയൊക്കെ. അതൊക്കെ എവിടെ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വരുന്നതാ? ഞാൻ ചോറും കറിയും വെച്ചെങ്കിലേ ഇതൊക്കെ തിന്നാൻ പറ്റും. അതൊക്കെ നീ ആദ്യം ആഗ്രഹിക്കും. പിന്നെ എന്തായാലും രാത്രി വരട്ടെ. വന്നു കഴിയുമ്പോൾ ഞാൻ ചോദിക്കാം. എൻ്റെ പൊന്നു മോളെ ടൂറിന് വിടുന്ന കാര്യം. അതുവരെ നീ സമാധാനമായിട്ട് വരുമ്പോൾ ഒന്നും മിണ്ടാതെ അവിടെ കാണിച്ച് നേർന്ന് ഉറങ്ങാൻ നമുക്ക്. രാത്രി ഉള്ളത് എന്തെങ്കിലും കഴിച്ച് അവിടെ കാണിച്ച് നേർന്ന് ഉറങ്ങും. അങ്ങനെ വരുന്നിടം വരെ നീ ഒന്ന് ക്ഷമിക്കും. ഞാൻ എന്തെങ്കിലും ചെയ്ത് നിന്നെയൊക്കെ പോട്ടെ. നിന്നെയൊക്കെ ടൂറിനോ ആടാനോ പാടാനോ എന്തെങ്കിലും ഒക്കെ ഞാനൊന്ന് വിടാം. ഒന്ന് ക്ഷമിച്ചിരി കേട്ടോ. വരട്ടെ. വന്നു കഴിയുമ്പോൾ നമുക്ക് തീരുമാനിക്കാം. ഈ മീൻകറിയുടെ കാര്യത്തിൽ പരിഹാരം എന്തോന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഈ മീൻകറി വെച്ചുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ എന്തോ ചെയ്യുമോ എന്ന് എനിക്കറിയത്തില്ല. എന്നാ ശിവശിവ ആ ഒരു അവസ്ഥ ഇരിക്കുമ്പോൾ നിനക്ക് ടൂറ് എന്തായാലും ഇരിക്കും.